जय राधा माधव कुंज बिहारी, जय गोपी जन वल्लभ गिरिवरधारी, जय गोपी जन वल्लभ गिरिवरधारी। यशोदा नंदन व्रज जन रंजन, यशोदा नंदन व्रज जन रंजन, यमुना तेरा वनचारी, यमुना तेरा वनचारी। जय राधा माधवा जय बिहारी, जय राधा माधवा कुंज बिहारी। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। जय राधा माधव, राधा माधव राधे, जय जगन्नाथ जय जगन्नाथ, जय बलदेवा जय सुभद्रा मई, जय राधा नील माधव, राधा नील माधव राधे। जय कृष्ण बालाराम, जय कृष्ण बालाराम, जय कृष्ण बालाराम, जय कृष्ण बालाराम। जय गौरानिताय, जय गौरानिताय, गौरानिताय जय गौरानिताय। जय जय प्रभुपाद प्रभुपाद प्रभुपाद, जय जय प्रभुपाद। जय जय गुरुदेव गुरुदेव गुरुदेव, जय जय गुरुदेव। शुद्ध भक्ति विज्ञान श्री श्री जगन्नाथ हृदय सुभद्रा महारानी जी, राधा नील माधव जी की जय, श्री श्री कृष्ण बलराम की जय, गौर निताय की जय, सिखदेव भगवान की जय, गौर प्रेमानंदे। हरे कृष्णा। रमा माता जी, काइंडली म्यूट योरसेल्फ, न्यू टाइटल। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं, देवीं सरस्वतीं व्यासं ततो जयं मुद्रयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवयां, भगवतीरुत्तमश्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं, यत्कृपादमहं वन्दे श्रीगुरुं दीनतारिणं, श्रीचैतन्यमीश्वरं परमानन्दमाधवम्। आनन्दलीलामय विग्रहाय हेमावदिव्या च विसुन्दराय, तस्मै महाप्रेमरसप्रदाय श्रीचैतन्यचन्द्राय नमो नमस्ते, श्रीचैतन्यचन्द्राय नमो नमस्ते, श्रीचैतन्यचन्द्राय नमो नमस्ते। हरे कृष्ण। हरे कृष्ण माताजी धन प्रभु പ്രണാം. കാരണം ഇന്ന് ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 3 തുടക്കമാണെന്ന് കാണിച്ചിരിക്കുന്നു. ശ്ലോകം റിവൈസ്ഡ് ലിസ്റ്റ് പ്രകാരം ശരിയാണെന്ന് തോന്നുന്നു അല്ലെ? ഈ അധ്യായത്തിന്റെ പേര് കൃഷ്ണൻ സർവ അവതാരങ്ങളുടെയും സ്രോതസ് എന്നുള്ളതാണ് ഈ അധ്യായത്തിന്റെ പേര്. അധ്യായം 3 സ്കന്ധം 1 ശ്ലോകം 1. ശ്രീ സൂത ഉവാച ജഗ്രഹേ പൗരുഷം രൂപം ഭഗവാൻ മഹാദദിഭി സംഭൂതം ഷോഡശകലമാദൗ ലോകസിന്ധ്യാ ശുശ്രൂഷയാ. जग्रहे पौरुषं रूपं भगवान् महाददीपि सम्भूतं षोडशकलं माधौ लोकसि
ശുശ്രൂഷയാ. ഹരേ കൃഷ്ണ. വിശ്വപ്രിയ മാതാജി, ഭഗവതി മാതാജി, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഷൈജു കെ പി പ്രഭു, കുറെ ഡിവോട്ടീസ് മ്യൂട്ട് ചെയ്യാനുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. വിഷ്ണുപ്രിയ മാതാജി, ഷൈജു കെ പി പ്രഭു, ഭഗവതി മാതാജി, ഹരേ കൃഷ്ണ. ദയവായി ഒന്ന് മ്യൂട്ട് ചെയ്താലും. ജഗ്രഹേ പൗരുഷം രൂപം ഭഗവാൻ മഹാദീപി സംഭൂതം ഷോഡശകലമാദൗ ലോക ശുശ്രൂഷയ. അപ്പൊ ഇതിന്റെ വിവർത്തനം നമുക്ക് നോക്കാം. വിവർത്തനം ഭവാർത്ഥം ബൈ AC ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് കി ജയ്. സൂത മഹർഷി അരുളി ചെയ്തു, സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ ആദ്യം വിശ്വരൂപമായ പുരുഷാവതാരത്തിൽ സ്വയം വിസ്തരിച്ചു. അനന്തരം ഭൗതിക സൃഷ്ടിക്ക് ആവശ്യമായ സമസ്ത ഘടക പദാർത്ഥങ്ങളെയും ആവിഷ്കരിച്ചു. അപ്രകാരം പ്രാഥമികമായി ഭൗതിക പ്രവൃത്തിയുടെ 16 തത്വങ്ങളെ സൃഷ്ടിച്ചു. ഭൗതിക പ്രപഞ്ച സൃഷ്ടിക്കുകയാണ് ഇപ്രകാരം അദ്ദേഹം ചെയ്തത്. ഇപ്രകാരം പ്രവർത്തിച്ച്. ഭാവാർത്ഥം വായിക്കാം, കേട്ടിരിക്കാം. പരമദിവ്യോത പുരുഷനായ ശ്രീകൃഷ്ണൻ ഈ ഭൗതിക പ്രപഞ്ചങ്ങളെ അദ്ദേഹത്തിന്റെ പൂർണ്ണ അധികാരമുള്ള അംശങ്ങളാലാണ് സംരക്ഷിക്കുന്നതെന്ന് ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ആകയാൽ ഈ പുരുഷരൂപം അതേ തത്വത്തിന്റെ സവിശേഷ ഘടനയാകുന്നു. വസുദേവരുടെ അഥവാ നന്ദമഹാരാജാവിന്റെ പുത്രൻ എന്ന് പേര് യഥാർത്ഥ പരമദിവ്യോത പുരുഷനായ വസുദേവൻ അഥവാ ശ്രീകൃഷ്ണൻ ഭഗവാൻ സർവ വിഭൂതികളാലും സമ്പത്ത്, കീർത്തി, ശക്തി, സൗന്ദര്യം, ജ്ഞാനം, പരിത്യാഗം സമ്പൂർണനാണ്. ഈ ഗുണങ്ങളാൽ, ഷഡൈശ്വര്യങ്ങളാൽ. അദ്ദേഹത്തിന്റെ ഭഗവാന്റെ വിഭൂതികളിൽ ഒരു ഭാഗം നിർവ്യക്തിഗത ബ്രഹ്മമായി സ്പഷ്ടമാക്കിയിരിക്കുന്നു. മാത്രവുമല്ല, വിഭൂതികളിൽ ഒരു ഭാഗത്തെ പരമാത്മാവായി നിരുപേക്ഷമായി തെളിയിച്ചിരിക്കുന്നു. അതേ പരമദ്യോത പുരുഷായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ പുരുഷഭാവം ഭഗവാന്റെ യഥാർത്ഥ പരമാത്മാവിന്റെ പ്രാദുർഭാവമാകുന്നു. ഭൗതിക സൃഷ്ടിയിൽ ത്രിവിധ പുരുഷഭാവങ്ങളുണ്ട്. ത്രിവിധങ്ങളിൽ ആദ്യ രൂപം കാരണോദകശായി വിഷ്ണുവും മറ്റുള്ളവ ഗർഭോദകശായി വിഷ്ണുവും ക്ഷീരോദകശായി വിഷ്ണുവുമാണ്. കാരണോദകശായി വിഷ്ണുവിന്റെ രോമകൂപങ്ങളിൽ നിന്ന് അസംഖ്യം പ്രപഞ്ചങ്ങൾ ഉത്ഭവിക്കുന്നു. മാത്രമല്ല, ഓരോ പ്രപഞ്ചങ്ങളിലും ഭഗവാൻ ഗർഭോദകശായി വിഷ്ണുവായി പ്രവേശിക്കുന്നു. ഒരു നിശ്ചിത കാലയളവിലേക്ക് ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിരുന്നു. ബദ്ധാത്മാക്കൾ അഥവാ നിത്യബദ്ധ ജീവാത്മാക്കൾ നിമിത്തം ഈ ഭൗതിക സൃഷ്ടി സംഹാരം പരമേച്ഛാനുസൃതം നിർവഹിക്കപ്പെടുന്നു. ശാശ്വത ബദ്ധാത്മാക്കൾക്ക് അഹങ്കാരമുള്ളതാകയാൽ ആ അഹങ്കാരം ജീവാത്മാക്കളെ ഇന്ദ്രിയാസ്വാദനത്തിന് പ്രേരിപ്പിക്കുന്നു. അപ്രകാരം ജീവാത്മാക്കൾ വ്യവസ്ഥാപിതമായി നിലനിൽക്കാൻ കഴിവില്ലാത്തവരായി തീരുന്നു. ഭഗവാൻ ഏക ആസ്വാദനം, മറ്റുള്ളവർ ആസ്വദിക്കപ്പെടുന്നവരുമാണ്. ജീവാത്മാക്കൾ പ്രബല ആസ്വാദകരാണ്. എന്നാൽ നിത്യബദ്ധാത്മാക്കൾക്കും അവരുടെ വ്യവസ്ഥാപിത അവസ്ഥയെ വിസ്മരിച്ചതിനാൽ സ്വാതന്ത്ര്യാസ്വാദനത്തിനുള്ള തീവ്ര അഭിലാഷം ഉണ്ടാകും. ഭൗതിക ലോകത്ത് ബദ്ധാത്മാക്കൾക്ക് വിഷയാസ്വാദനങ്ങൾക്കുള്ള അവസരവും അതോടൊപ്പം തന്നെ അവരുടെ യഥാർത്ഥ വ്യവസ്ഥാപിത അവസ്ഥയെ മനസ്സിലാക്കുവാനുള്ള സന്ദർഭവും നൽകിയിരിക്കുന്നു. ഭൗതിക ലോകത്തിൽ അനേക ജന്മങ്ങൾക്ക് ശേഷം സത്യം ഗ്രഹിക്കുന്ന ഭാഗ്യവാന്മാരായ ജീവാത്മാക്കൾ വസുദേവന്റെ പാദകമലങ്ങൾ അഭയം പ്രാപിച്ച് മുക്താത്മാക്കളോട് ചേരുന്നു. അപ്രകാരം ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാനും അവർക്ക് അനുവാദം ലഭിക്കും. അനന്തരം അത്തരം ഭാഗ്യജീവാത്മാക്കൾക്ക് കാലികമായ ഭൗതിക സൃഷ്ടിയിൽ വീണ്ടും ജന്മമെടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എന്നാൽ വ്യവസ്ഥാപിതമായ സത്യത്തെ ഗ്രഹിക്കാത്തവർ ഭൗതിക സൃഷ്ടി ഉന്മൂലനം ചെയ്യപ്പെടുന്ന മഹത്വത്തിൽ വീണ്ടും ലയിക്കുന്നു. സൃഷ്ടി വീണ്ടും നടക്കുമ്പോൾ ഈ മഹത്വം വീണ്ടും പ്രകടമാകുന്നു. ഈ മഹത്വത്തിൽ ഭൗതിക ആവിഷ്കാരത്തിന് ആവശ്യമായ ബദ്ധാത്മാക്കൾ ഉൾപ്പെടെ സർവ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പ്രാഥമികമായി ഈ മഹത്വത്തെ 5 സ്ഥൂല ഭൗതിക ഘടകങ്ങൾ, 11 ഇന്ദ്രിയങ്ങൾ എന്നിങ്ങനെ 16 വിഭജിച്ചിരിക്കുന്നു. പ്രസന്നമായ
ആകാശത്തിലെ മേഘ സമാനമാണിത്. ആത്മീയ ആകാശത്തിൽ ബ്രഹ്മദീപ്തി സർവ്വയിടത്തും വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ സമ്പൂർണവും വ്യൂഹവും ആത്മീയ ചൈതന്യത്തിൽ വെട്ടിത്തിളങ്ങുന്നു. അതിവിശാലവും അനന്തവുമായ ആത്മീയ ആകാശത്തിൽ നിശ്ചയ സ്ഥാനത്ത് മഹത്തത്വത്തെ സമാഹരിച്ചിരിക്കുന്നു. അപ്രകാരം മഹത്തത്വത്താൽ ആവരണം ചെയ്യപ്പെട്ട ആത്മീയ ആകാശഭാഗം ഭൗതിക ആകാശം എന്ന് അറിയപ്പെടുന്നു. ഇത് സമ്പൂർണ്ണ ആത്മീയ ആകാശത്തിന്റെ അപ്രധാനമായ ഭാഗം മാത്രമാകുന്നു. ഈ മഹത്തത്വത്തിനുള്ളിൽ അസഖ്യം പ്രപഞ്ചങ്ങൾ സ്ഥിതി ചെയ്യുന്നു. സർവ പ്രപഞ്ചങ്ങളെയും സമ്പുഷ്ടമായി ആവിഷ്കരിച്ചത് കാരണോദകശായി വിഷ്ണു ആകുന്നു. കാരണോദകശായി വിഷ്ണു എന്നറിയപ്പെടുന്ന മഹാവിഷ്ണു മാത്രവുമല്ല, അദ്ദേഹം തന്റെ ക്ഷണവീക്ഷണത്താൽ മാത്രം ഈ സമ്പൂർണ്ണ ഭൗതിക ആകാശത്തെ പരിപൂരിതമാക്കുന്നു. ഓം തത്സത്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപതാമയം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഗഗന രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗന ലളിതാ ശ്രീ വിശകാനിതാൻ ച. ഹേ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നിരന്തരാജ് ശ്രീമദ് ഭാഗവതം കി ജയ. അധ്യായം 3. കൃഷ്ണൻ സർവ അവതാരങ്ങളുടെയും ശ്ലോകത്ത്. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 3 ശ്ലോകം 1. ജഗ്രഹേ പൗരുഷം രൂപം ഭഗവാൻ മഹാദധിഭി സംഭൂതം ഷോഡശകലമാദോ ലോകശുശ്രൂഷയാ. ഹരേ കൃഷ്ണ. പ്രഭു സന്മാജി പ്രണാമം. ഹരേ കൃഷ്ണ. കേൾക്കാൻ തോന്നുന്നു അല്ലെ? കേൾക്കാമല്ലോ അല്ലേ മതി? പ്രഭു ഓക്കെ, ഫൈൻ. സോ ഈ അധ്യായത്തിന്റെ പേര് സർവ അവതാരങ്ങളുടെയും സ്രോതസ് എന്നുള്ളതാണ് ഇതിന്റെ ഹെഡിങ്, അല്ലെങ്കിൽ ഈ അധ്യായത്തിന്റെ നാമത്തിന്റെ ഘടകം. കൃഷ്ണൻ സർവ സ്രോതസ് അല്ലെങ്കിൽ സർവ അവതാരങ്ങളുടെയും എല്ലാത്തിന്റെയും സംഭൂതനാണ്, അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഒറിജിനാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. ഇതിലൂടെ ഒരുപാട് ശ്ലോകങ്ങളില് ഭഗവാന്റെ ദിവ്യത്വവും ഭഗവാന്റെ തന്നെ മഹത്തത്വങ്ങൾ എന്ന് പറയുന്ന ഭഗവാൻ ഒരുപാട് തത്വങ്ങളുണ്ട്. അതായത് ഫിലോസഫിക്കലി കൃഷ്ണനെ കുറിച്ച് നമുക്ക് പലപ്പോഴും ആർക്കും അറിയില്ല. എല്ലാവരും സാധാരണ ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു ഗോപബാലനാണ്, അല്ലെങ്കിൽ രാധാറാണിയുടെ കറങ്ങി നടക്കുന്ന ഗോപസ്ത്രീയുമായിട്ട് കറങ്ങി നടക്കുന്ന വൃന്ദാവനത്തിൽ കാലിമേച്ച് നടക്കുന്ന ഒരു ബാലനാണ്, അല്ലെങ്കിൽ ഒരു ദേവനാണ് എന്നുള്ള പല ആൾക്കാരുടെയും ധാരണ. പക്ഷെ അതിനെ എല്ലാം മറികടന്നുകൊണ്ട്, ഇല്ലെങ്കിൽ ഭഗവാന്റെ ഏറ്റവും ഗഹനമായ, ഏറ്റവും ഗുഹ്യമായ, ഇല്ലെങ്കിൽ ഭഗവാന്റെ ഈ ശക്തി വിസ്തരണങ്ങളെ കുറിച്ച് ഒരുപാട് ഡീപ്പായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതായത് ഭഗവാൻ എങ്ങനെ അവതാരം, ഭഗവാന്റെ അവതാരത്തിന്റെ തുടക്കം എങ്ങനെ, ഇല്ലെങ്കിൽ ഭഗവാന്റെ അവതാരത്തിന്റെ തുടക്കം മീൻസ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തെ എങ്ങനെ സൃഷ്ടിച്ചു എന്നും ആ സൃഷ്ടിയുടെ തുടക്കം എങ്ങനെയാണെന്ന്, ഭഗവാനിൽ നിന്ന് ആരൊക്കെ ഇവിടെ വന്നു എന്നുള്ളതൊക്കെയാണ് ഈ വരുന്ന ചാപ്റ്ററുകളിൽ, ഈ വരുന്ന ശ്ലോകങ്ങളിലൊക്കെ പറയാം. ഭഗവാൻ ആദ്യം സ്വയം വിസ്തരിക്കുന്നത് എന്തായിട്ടാണ്? ബലരാമനായിട്ടാണ്. ബലരാമനിൽ നിന്ന് ഈ വീണ്ടും ഈ പറഞ്ഞ സംകർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന് വരുന്നു. പിന്നെ ഈ ഭൗതിക ലോകത്തെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ മഹത്തത്വം എന്ന് പറയുന്ന ഭാവത്തില് ഈ പറഞ്ഞ എന്താ പറയാ വിഷ്ണു തന്നെ, മഹാവിഷ്ണു എന്ന് നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടെങ്കിലും മഹാവിഷ്ണു തന്നെ 3 തരത്തിലാണ് വരുന്നത്. ഗർഭോദകശായി, ക്ഷീരോദകശായി, കാരണോദകശായി വിഷ്ണു. ഈ 3 പേർക്കും ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. കാരണോദകശായി വിഷ്ണുവാണ് ഇതിന്റെ ഗർഭോദകശായി, കാരണം
കാരണോദകശായിയാണ് എല്ലാവരുടെ ഉള്ളിലും പരമാത്മാവായി പ്രവേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു സത്യം. ഈ പറഞ്ഞ ഗർഭോദകശായി ആണ് ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ നാഭിയിൽ നിന്നാണ് പത്മം വരികയും ആ പത്മത്തിൽ നിന്ന് ബ്രഹ്മാവ് വരികയും ആ ബ്രഹ്മാവിന് വേണ്ട ഉപദേശങ്ങൾ നൽകി ഈ പറഞ്ഞ ഭൗതിക സൃഷ്ടിയെ മുന്നോട്ട് കൊണ്ടുപോയി. ഗർഭോദകശായിയാണ് ഇതിലെ എല്ലായിടത്തും സർവ്വയിടത്തും പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നീ പറഞ്ഞ ഒരുപാട് വിശദ വിവരങ്ങൾ ഈ വരുന്ന അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ദേവകി മാതാജി ഉണ്ടെന്ന് തോന്നുന്നു. ദേവകി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി, നമുക്ക് ഈ ഒരു സെക്ഷൻ, അതായത് ഭഗവാന്റെ ഈ അവതാരങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ദിവസം ഈ ഭാഗവതത്തിന്റെ കൂടെ മാതാജി ഇതൊന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ഒന്ന് ഭംഗിയായിട്ട് ഒരു പ്രസന്റേഷൻ വേണമെന്ന് ഈ ഒരു അവസ്ഥയിൽ മാതാജിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം ഇത് നമ്മള് ഒരു ക്ലാസ്സിൽ ഇല്ലെങ്കിൽ ചെറുതായിട്ട് പറഞ്ഞു പോയാൽ മനസ്സിലാവത്തില്ല എല്ലാവർക്കും. ഇതിനെ ഒന്ന് വിശദമാക്കി, അതായത് ഇതൊരു സബ്ജക്റ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്കൊരു ദിവസം ഇല്ലെങ്കിൽ മാതാജിയുടെ സെഷനിൽ ഇതിനെ ഒന്ന് ആഡ് ചെയ്ത് ഇതിനൊരു ചെറിയ പ്രസന്റേഷൻ ആക്കി, ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെ ആക്കിയിട്ടൊന്ന് പ്രസന്റ് ചെയ്യാൻ സാധിക്കുമോ മാതാജി? എനിക്ക് പ്രസന്റ് ക്ലാസ് എടുക്കാൻ കഴിയും പ്രഭു, പക്ഷേ പവർ പോയിന്റ് പ്രസന്റേഷൻ എനിക്ക് അറിയില്ല. അതാണ് എനിക്ക്. മാതാജി, ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് കഥാമൃതമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് മാതാജിയുടെ ആ ഡേറ്റാസ് കളക്ട് ചെയ്ത് നമ്മളൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് ഈ പറഞ്ഞ ഭാഗവതത്തിന്റെ ഏറ്റവും ഗഹനമായ ഇല്ലെങ്കിൽ ഏറ്റവും എന്താ പറയാ മഹനീയമായ ഇല്ലെങ്കിൽ ഏറ്റവും വിസ്താരമായ ഭഗവാന്റെ ശക്തികളെ കുറിച്ച് നമുക്ക് ആ ക്ലാസ്സിൽ ഈ പറയുന്ന എല്ലാ ഭക്തജനങ്ങൾക്ക് വേണ്ടിയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. കാരണം ഇത് മാതാജിക്ക് അറിയാൻ തോന്നുന്നു, നമുക്ക് ഇത് ഒരു ക്ലാസ്സിൽ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്താൽ ആർക്കും ഒന്നും പിടികിട്ടത്തില്ല. 2 hours വേണം പ്രഭു ശരിക്കും. ഇത് മാത്രമായിട്ട് നമുക്ക് 2 hours മിനിമം വേണം ഏറ്റവും ചുരുങ്ങി. കാരണം ഇതിനെ റിപ്പീറ്റ് ചെയ്ത് എടുത്താലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മഹത്തത്വം എന്താണ്, ഈ പറഞ്ഞ ഇന്റേണൽ പൊട്ടൻസി എന്താണ്, എക്സ്റ്റേണൽ പൊട്ടൻസി എന്താണ്, ഇതിന്റെ അകത്തിരിക്കുന്ന മാർജിനൽ പൊട്ടൻസി ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അത് മാത്രമായിട്ട് എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ അതിനെ ഗഹനമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് വിചാരിക്കും. ശരിയല്ലേ മാജി? അപ്പൊ മാജി, നമുക്ക് ഈ ഒരു, കാരണം ഈ ചാപ്റ്ററും അതുമായി റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് മാതാജിയുടെ ഹെൽപ്പോട് കൂടി ഇതിനെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ട വിധത്തിൽ ചെയ്യാൻ തോന്നുന്നു. കഥാമൃത പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡോത്പ്രണാം. ഹരേ കൃഷ്ണ. അപ്പൊ മാതാജിയുടെ ഈ സെഷൻ നമുക്ക് ഈ വരുന്ന ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു സമയത്ത് പ്രസന്റ് ചെയ്യാൻ തോന്നുന്നു പ്രഭു. ഓക്കെ ആണോ പ്രഭു? ഉറപ്പായി തീർച്ചയായും. അപ്പൊ മാതാജിക്ക് വേണ്ട ഡേറ്റാസ് നമ്മള് മാതാജിയുടെ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് മാതാജിക്ക് റെഡിയാക്കി കൊടുത്ത മാതാജി ആ ടോപ്പിക്കിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ടൈപ്പിംഗ് ഫോർമാറ്റിലോ അല്ലെങ്കിൽ റിട്ടേൺ ഫോർമാറ്റിലോ തന്നാല് നമ്മൾ അതിന് പവർ പോയിന്റ് പ്രസന്റേഷൻ ആക്കി തരാം മാതാജി. ഹരേ കൃഷ്ണ. മാതാജി അതിന്റെ ഫോട്ടോസ് അയച്ചാലും മതി. മാതാജി എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റാസിന്റെ ഫോട്ടോസ് ഇട്ടുകയാണെങ്കിൽ അതിനെ സ്ലൈഡ് ബൈ സ്ലൈഡ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, നമുക്കത് നോക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു പ്രഭു. അപ്പൊ ഇതിനകത്ത് പർപ്പോട്ടിൽ ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് പറയുന്നുണ്ട്. അതായത് ലാസ്റ്റ് പാരഗ്രാഫിന്റെ മേളിലാണ്. ഒരു നിശ്ചിത കാലയളവിലേക്ക് ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് ഭഗവത്ഗീത പ്രതിപാദിച്ചിരിക്കുന്നു. ബദ്ധാത്മാക്കൾ അഥവാ നിത്യബദ്ധ ജീവാത്മാക്കൾ നിമിത്തം ഈ ഭൗതിക സൃഷ്ടി സംഹാരം പരമേച്ഛാനുസൃതം നിർവഹിക്കപ്പെടുന്നു. അതായത് ഈ ഭൗതിക ലോകം മുന്നോട്ട് പോകുന്നതിന് 3 ആൾക്കാരാണുള്ളത്. അവരാണ് 3 തരത്തിലുള്ള ആൾക്കാരെയാണ് ഇതിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്നുണ്ട്. സൃഷ്ടി, സംഹാരം, സ്ഥിതി എന്നുള്ളതാണ്. അത് ആർക്ക് വേണ്ടിയാണ്? ശാശ്വത ബദ്ധാത്മാക്കൾക്ക് വേണ്ടിയാണ്. ശാശ്വത ബദ്ധാത്മാക്കൾക്ക് അഹങ്കാരമുള്ളതിനാൽ ഇവിടെയാണ് നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥയെ മനസ്സിലാക്കേണ്ട ഒരു ഘട്ടം വന്നിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ ഭഗവാന്റെ ഈ ദിവ്യത്വമായ ഏറ്റവും ഉയർന്ന ഈ മഹത്വത്വം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, ഇല്ലെങ്കിൽ ഭഗവാന്റെ ഈ ഗ്രേറ്റ്നെസ്സിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കുള്ളിൽ അഹങ്കാരമുണ്ട് എന്നുള്ളത്. ഈ അഹങ്കാരം നമ്മളുടെ ഈ യഥാർത്ഥ ദൃശ്യത്തെ അല്ലെങ്കിൽ യഥാർത്ഥമായ ആ ഒരു കാഴ്ചയെ മൂടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. കാരണം ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നമ്മളുടെ യഥാർത്ഥ തത്വത്തെ പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഭൗതിക ശക്തിയുടെ സ്വാധീനം നിമിത്തം നമുക്ക് ഭഗവാന്റെ ആത്മീയമായ
ദൃശ്യത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ ആത്മീയ സവിഷ്കാരത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കില്ല. കാരണം ഒന്നേ ഉള്ളൂ, അതിന് അഹങ്കാരം എന്നാണ് പറയുന്നത്. ഈ അഹങ്കാരത്തെ നമ്മൾ മറികടന്നാൽ മാത്രമേ ഭഗവാന്റെ യഥാർത്ഥമായ ആത്മീയ ആനന്ദത്തെ നമുക്ക് ജീവിതത്തിൽ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോകത്ത് വന്നിരിക്കുന്നത്. ഇത് വീണ്ടും ആ പർപ്പോട്ടിൽ പറയുന്നുണ്ട്, ആ അഹങ്കാരം ജീവാത്മാക്കളെ ഇന്ദ്രിയാസ്വാദന പറയുന്നു. ഈ അഹങ്കാരം കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോകത്ത് വന്ന് ഈ കാണുന്നതെല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്, ഇതെല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ള വ്യാമോഹം അല്ലെങ്കിൽ ഏറ്റവും മൂഢമായ ഒരു ധാരണയിൽ എത്തിച്ചേരുകയും ആ ധാരണയാൽ നമ്മൾ ഈ ഭൗതിക ലോകത്തെ എന്ത് ചെയ്യും? ആസ്വദിക്കാൻ ശ്രമിക്കും. എന്തിനെയാണോ ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുന്നത്, അത് എപ്പോഴും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അപൂർണമാണത്, ഒരിക്കലും അതിന് എൻഡും ഉണ്ടാവുന്നില്ല. ഈ ഭൗതിക എൻഡ് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ത്വരയ്ക്ക് എൻഡ് ഉണ്ടാവുന്നില്ല. ഈ സുഖങ്ങൾക്കെല്ലാം, ഭൗതിക സുഖങ്ങൾക്കെല്ലാം ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഭൗതിക സുഖങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അതിന് ആസ്വാദനം ഉണ്ടാകുന്നില്ല. കാരണം അതിന് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമായിക്കട്ടെ, ഭക്ഷണമായിരിക്കാം, എന്തെങ്കിലും ഒരു പ്ലേസിലായിരിക്കാം, ഏത് ഭൗതിക വസ്തുവിനെ നമ്മൾ എത്ര പ്രാവശ്യം നമുക്കതിനെ ആസ്വദിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു ഇല്ല, ഒന്നുപോലും നിൽക്കത്തില്ല. കാരണം നമുക്കിപ്പോ മധുരം പായസം ഇഷ്ടമാണ്, അല്ലെങ്കിൽ പാൽപ്പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ പാൽപ്പായസം കുടിച്ചു നോക്കും, ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് മടുക്കും, പറ്റൂല, പിന്നെ വേണ്ട. നമ്മൾ ആസ്വദിക്കാവുന്ന പരമാവധി നമ്മൾ എടുത്തു നോക്കിയാൽ പോലും എത്ര വലിച്ചു നീട്ടിയാലും പറ്റത്തില്ല. പക്ഷെ ഈ ത്വര നമ്മൾക്കുള്ളിൽ ഇങ്ങനെ കിടക്കും, ആസ്വദിക്കണം, ഇതെനിക്ക് വേണം, ഇത് ഈ ത്വര ഇങ്ങനെ മാറി 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 നമ്മളെ ഓരോ ഘട്ടത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോഴൊന്നും നമ്മൾക്ക് മനസ്സിലാവത്തില്ല ഇത് എന്നെ മായയിൽ അകപ്പെടുത്തിയതിന്റെ ലക്ഷണമാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയിൽ പോലും വരില്ല. അത്രത്തോളം നമ്മൾ ഈ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി തേടി നടക്കുന്നു. അത് ഭൗതികത്തില് സമ്പത്ത്, യശസ്, കീർത്തി, സൗന്ദര്യം, ഈ പറഞ്ഞ ആൾക്കാരുടെ പവറ്, മണി, വുമൻ, ഈ പറഞ്ഞ ഓരോ ഘട്ടങ്ങളിലും ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. അവർക്ക് യഥാർത്ഥത്തിൽ അറിയില്ല ഇതെല്ലാം എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഭൗതിക ശക്തികളാണ്, ഇത് എന്നെ ഈ ലോകത്ത് വീണ്ടും വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള യഥാർത്ഥമായ ജ്ഞാനം അവർക്കില്ല. അവിടെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് പറയുന്നു, അപ്രകാരം ജീവാത്മാക്കൾ വ്യവസ്ഥാപിതമായി നിലനിൽക്കാൻ കഴിവില്ലാത്തവരായി തീരുന്നു. അത് അങ്ങനെ ഈ ആസ്വാദനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വാലിറ്റി ഇല്ലാതാവും. നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് ചെയ്ത് നമ്മള് ഏതാണ് പറയാം, അഹങ്കാരം ജീവാത്മാക്കളെ ഇന്ദ്രിയാസ്വാദന പ്രേരിപ്പിക്കുന്നു. അപ്രകാരം ജീവാത്മാക്കൾ വ്യവസ്ഥാപിതമായി നിലനിൽക്കാൻ കഴിവില്ലാത്തവരായി തീരുന്നു. ഭഗവാൻ ഏക ആസ്വാദനം മറ്റുള്ള ആസ്വദിക്കപ്പെടുന്നവരാണെന്നുള്ള ആ ചിന്ത നമ്മളിൽ നിന്ന് പോകും. അങ്ങനെ നമുക്ക് കുറച്ച് നാൾ മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് പ്രഭുപാദ് എപ്പോഴുമേ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഫയർ. ഈ ഒരു തീപ്പട്ടിയെ നമ്മൾ കത്തിച്ച് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും? ആ അഗ്നി എത്ര നേരം നിൽക്കും? കുറച്ച്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. പക്ഷെ അതേ ഒരു എന്താ പറയാ, ഒരു തീഗോളത്തിനകത്ത് ഇല്ലെ, ആ തീഗോളത്തിനകത്ത് ഈ തീപ്പട്ടിയും കൂടെ ചേർന്ന് എന്താ, ഫുള്ളി സറണ്ടേഡ് ആയിരിക്കും, ഫുള്ളി എഫ്ലൂവന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുള്ളി കവേർഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴാണോ ഈ ഭൗതിക ലോകത്ത് ആസ്വാദിക്കപ്പെടുന്നവൻ ആകുന്നത്, ആസ്വദിക്കപ്പെടുന്നവൻ, അതായത് നമ്മളെ കൊണ്ട് ആസ്വദിക്കാൻ ഭഗവാൻ ഉണ്ട് എന്നുള്ള ധാരണയിൽ വരുന്നത്, അപ്പം മുതൽ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ട്. എപ്പോഴാണോ നമ്മൾ ആസ്വദിക്കുക ഈ ഭൗതിക ലോകത്തെ എന്നുള്ള ചിന്ത നമ്മളിൽ ഉള്ളിൽ വരുന്നോ, അന്ന് മുതൽ നമുക്ക് ദുഃഖം സുനിശ്ചിതമാണ്. അന്ന് ദേവീപ്രഭു ഒരു ക്ലാസ്സിൽ പറഞ്ഞത് ഷുവർ ടു സഫർ എന്ന് പറഞ്ഞ പോലെ, ഇവിടെ ഈ ഭൗതിക ലോകത്ത് നമ്മൾ എന്ത് ആസ്വദിച്ചാലും ഷുവർ ടു സഫർ, നമ്മളെ തീർച്ചയായും കഷ്ടപ്പെടാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു. അത് ഇല്ലാതിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഭഗവാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് ഇവിടെ. എന്നാൽ നിത്യബദ്ധാത്മാക്കൾക്കും അവരുടെ വ്യവസ്ഥാപിതമായ അവസ്ഥയെ വിസ്മരിച്ചതിനാൽ സ്വാതന്ത്ര്യ ആസ്വാദനത്തിനുള്ള തീവ്ര അഭിലാഷം ഉണ്ടാകും. ഞാൻ പറഞ്ഞ പോലെ ആസ്വാദനത്തിനുള്ള ആ ത്വര വന്നുകൊണ്ടേ കിടക്കും ഒരിക്കലും. പക്ഷെ സബ്ജക്റ്റ് മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ മെറ്റീരിയൽ ഒബ്ജക്റ്റ് മാറിക്കൊണ്ടിരിക്കും. കുറച്ച് നാള് കാശിനോടായിരിക്കും, കുറച്ച് നാള് പദവിയിനോടായിരിക്കും, കുറച്ച് നാള് വേറെ എന്തിനെങ്കിലും ആയിരിക്കും. പക്ഷെ ആ ത്വര അവിടെ തന്നെ കിടക്കും. ഭൗതിക ലോകത്തിൽ ബദ്ധാത്മാക്കൾക്ക് വിഷയാസ്വാദനത്തിനുള്ള അവസരവും അതോടൊപ്പം തന്നെ അവരുടെ യഥാർത്ഥ വ്യവസ്ഥാപിതമായ അവസ്ഥയെ മനസ്സിലാക്കാനുള്ള സന്ദർഭവും നൽകും. ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്സ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നതിന്റെ കാര്യം ഇതാണ്.
ഈ ഭൗതിക ലോകത്ത് ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഭഗവാനെ സ്മരിച്ച് നമ്മളുടെ പൂർവാവസ്ഥയിലേക്ക്, യഥാർത്ഥ അവസ്ഥയിലേക്ക് ചേരുവാനുള്ള അവസരവും ഇവിടെയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ ഭക്തന്മാരും ആചാര്യന്മാരും ഈ ഭൗതിക ലോകത്തെ ഉദ്ധരിക്കാനായിട്ട്, അല്ലെ ഭൗതിക ലോകത്തിലെ ബദ്ധ ജീവാത്മാക്കൾക്ക് അവരുടെ യഥാർത്ഥ അവസ്ഥയെ മനസ്സിലാക്കി കൊടുക്കാനായി അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച് അവർ ഈ വഴിയെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വഴിയിലേക്ക് വരുന്ന ഓരോ ജീവാത്മാവും അവരുടെ യഥാർത്ഥ അവസ്ഥയെ, പൂർവാവസ്ഥയെ, അതായത് കൃഷ്ണയ ജീവേര സ്വരൂപ കൃഷ്ണേര നിത്യദാസ എന്ന യഥാർത്ഥമായ അവസ്ഥയെ തിരിച്ചറിയാൻ സാധിക്കും. ആ സാധ്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്തിനാണെങ്കിലും നമ്മൾ മുക്താത്മാവാണെന്നാണ് ഭാഗവതം പറയുന്നത്. മുക്താത്മാവിന് ഈ മരണം വന്നാലേ മുക്തി ലഭിക്കൂ എന്നുള്ളതല്ല അതിനർത്ഥം. ഈ ഭൗതിക ത്രിഗുണങ്ങളെ അതിജീവിക്കുന്നവരും മുക്താത്മാക്കൾ തന്നെയാണ്. ആ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് മുക്താവസ്ഥയിലേക്ക് ഉയരാം, ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടാതിരിക്കുമ്പോൾ. വീണ്ടും പറയുന്നു സമർമ്മ ഭൗതിക ലോകത്തിൽ അനേക ജന്മങ്ങൾക്ക് ശേഷം സത്യം ഗ്രഹിക്കുന്ന ഭാഗ്യവാന്മാരായ ജീവാത്മാക്കൾ വസുദേവന്റെ പദകമെന്ന് അഭയം പ്രാപിച്ച് നിത്യമുക്താത്മാക്കളോട് ചേരുന്നു. പ്ലീസ് റിമെമ്പർ, ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു അവസരം. കൃഷ്ണൻ ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനമാം മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സ്വദുർലഭ എന്ന് പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം ഇവിടെയാണ്. അനേകം ജന്മങ്ങൾക്ക് ശേഷം മനസ്സിലാകും ഒരാൾക്ക് വസുദേവനാണ് എല്ലാത്തിന്റെയും ഉറവിടം. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലെ ആ തത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വരുന്ന ആ ജീവാത്മാക്കളെല്ലാം ഈ മുക്താത്മാക്കളുമായി ചേർന്നിരിക്കും. ഈ മുക്താത്മാക്കളാന്ന് പറയുന്ന ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് കറക്റ്റ് ആയിട്ട് കോറിലേറ്റ് ആവുന്നു. അവരാരാണ്? നമ്മളുടെ ഓരോ ഗുരുക്കന്മാരും ആചാര്യന്മാരുമാണ്. ഓരോ ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരെല്ലാരുമേ മുക്താത്മാക്കൾ. അവരോട് ചേർന്നിരിക്കുമെന്നാണ് പറയുന്നത്, ചേരുന്നു. അപ്രകാരം ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാനും അവർക്ക് അനുവാദം ലഭിക്കും. കാരണം നമ്മള് അഹങ്കാരം കൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ വരികയും ഈ ഭൗതിക ലോകം എനിക്കായി എന്നുള്ള തെറ്റായ ധാരണയെ കൊണ്ട് നമ്മൾ ജീവിക്കുകയും അതിൽ നമ്മൾ ഭഗവാന്റെ മഹത്വത്തെ, അല്ലെ ഭഗവാന്റെ വ്യക്തിത്വത്തെ, ഭഗവാന്റെ ഏറ്റവും അത്യുന്നതമായ അവസ്ഥയെ നമ്മൾ മറക്കുകയും ഞാനാണ് ഈ ഭൗതിക ലോകത്തിലെ ആസ്വാദകൻ എന്ന നിലയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും കൂടുതൽ കൂടുതൽ ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ഒരു ഭക്തന്റെ ഇല്ലെങ്കിൽ ഭക്തന്മാരുടെ കാരുണ്യത്താൽ, ഭഗവാന്റെ തന്നെ കൃപയാൽ, അനേക ജന്മങ്ങളുടെ കൃപയാൽ നമുക്ക് ലഭിക്കുന്ന ഈ ജ്ഞാനമാണ് ഭഗവാനെ തിരിച്ചറിയാൻ. ഈ തിരിച്ചറിഞ്ഞാൽ, ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ എപ്പോഴാണോ ഭൗതിക ലോകത്ത് നിന്ന് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മുക്താവസ്ഥയിലേക്ക് പോകാൻ പ്രവേശിക്കുന്നത്, അന്ന് മുതൽ നമ്മളുടെ ജീവിതം സേഫ് സോണിലായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഓരോ പറയില്ലേ, ഇപ്പൊ കോവിഡ് വന്നപ്പോ എല്ലാവരും സേഫ് സോണിലാവണം, സെക്യൂർ ആയിരിക്കണം, ഈ പറഞ്ഞ ക്ലസ്റ്ററിൽ മാറരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത് എന്നൊക്കെ ഒരുപാട് ഉപദേശമുണ്ട്. ഇതാണ് ഒരു ജീവാത്മാന്റെ ഏറ്റവും ഉന്നതമായ സേഫ് സോൺ, കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഭഗവാനുമായി ആശ്രയിച്ചിരിക്കലാണ്. ആ അവസ്ഥയെ ആശ്രയിക്കാനാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തേണ്ടത്. നമുക്ക് ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങളും ഡ്യൂട്ടീസും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഉണ്ടായാൽ തന്നെയും ഭഗവാനെ പ്രീതിപ്പെടുത്തില്ലെങ്കിൽ ഈ ജീവിതം പാഴായി പോകും. ഇതിനുള്ള അവസരം ഇനി എപ്പോ ലഭിക്കുമെന്ന് നമുക്കറിയില്ല. ഏത് അവസ്ഥയിലായിരിക്കും എന്നുള്ള, ഇനി ഭാവിയിൽ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചും ഫ്യൂച്ചർ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ പ്രസന്റ് നമ്മളെ കയ്യിലാണ്. നമ്മളുടെ ഓരോ ദിവസവും നമ്മളുടെ കയ്യിലുണ്ട്. വർത്തമാനവും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഭാവി എന്താണെന്നുള്ളത് വർത്തമാനത്തെ ആശ്രയിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഇന്നേ ദിവസം ഭംഗിയാക്കി ഭഗവാന്റെ സേവയിൽ ഏർപ്പെടുത്തിയാൽ നാളെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മഹാരാജ് ഒരു എക്സാമ്പിളില് പറയുന്നുണ്ട്. അത് നമ്മളുടെ നല്ല കാലം കൃഷ്ണന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല യൂത്ത് ടൈം, ആ വാർദ്ധക്യ കാലത്ത് നമുക്ക് ഒരു ഹെൽപ്പ് കിട്ടും. ശരിയല്ലേ? ശരിയാണ്. നമ്മളിപ്പോ നമ്മളുടെ യൂത്ത് അല്ലെങ്കിൽ നമ്മളുടെ യുവത്വം അല്ലെങ്കിൽ നമ്മളുടെ ശക്തികളെ കൃഷ്ണന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു ശക്തി ക്ഷയിക്കുന്ന കാലത്ത് കൃഷ്ണൻ വേണ്ടവരും നമ്മളെ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ളത് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അല്ലെങ്കിലും കൃഷ്ണൻ സംരക്ഷിക്കും. എല്ലാവരെയും കൃഷ്ണൻ തന്നെയാണ് സംരക്ഷിക്കുന്നത്. അതിൽ മാറ്റമേ ഇല്ല. അത് നമ്മളെ തിരിച്ചറിയുന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതൊരു ആംഗിളിലും കൃഷ്ണൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് തരുന്ന സിറ്റുവേഷൻസ് എല്ലാമേ അതിനെ റിലേറ്റ് ചെയ്തായിരിക്കും. അത് ചിലവർക്ക് പുറമേ നിന്ന് കാണുമ്പോൾ കുറച്ച് ദുഃഖമുള്ളതായും കഷ്ടമുള്ളതായും തോന്നുമെങ്കിലും അതിന്റെ യഥാർത്ഥ അവസ്ഥയെ നമ്മൾ പുനഃപരിശോധിച്ച് നോക്കുമ്പോൾ അത് ശരിയായിരിക്കും. നമ്മൾ പക്ഷെ പലതും മറന്നുപോകും. പക്ഷെ കൃഷ്ണൻ മറക്കാറില്ല. നമ്മൾ ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചതിന്റെ റിസൾട്ടുകളാണ് ഇപ്പൊ തരുന്നത്.
അതാണ് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ നമ്മളുടെ കർമ്മിക് റിയാക്ഷൻസും ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് നമുക്ക് സുഖവും ദുഃഖവും എല്ലാം വരുന്നത്. പക്ഷേ നമ്മൾ ലൈഫിൽ എടുക്കേണ്ട കാര്യം, ഇത്രയും മഹനീയനായ ഏറ്റവും അത്ഭുതകരമായ വ്യക്തിയായ സൂപ്പർ നാച്ചുറൽ എന്നൊക്കെ നമ്മൾ ഇതിൽ പറയുമ്പോൾ ആ വാക്കുകളൊന്നും കൊണ്ട് ഭഗവാനെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. അത്രത്തോളം ശക്തിയറ്റ അല്ലെങ്കിൽ ശക്തിക്ക് എൻഡ്ലെസ് ആയ എനർജീസ് ഉള്ള പേഴ്സണാലിറ്റിയാണ് നമ്മൾ മുന്നിലുള്ളത്. ദാറ്റ് ഈസ് ശ്രീകൃഷ്ണ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ആ അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ജീവിതത്തിൽ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. അതിനെ നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താം വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ആചാര്യാസ്, വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഡിവോട്ടീസ് എന്നുള്ളതായിരിക്കണം നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഘടകമായി മാറേണ്ടത്. ബാക്കി എല്ലാ തിങ്സും പോയിക്കൊണ്ടിരിക്കും, പക്ഷെ ഡിവോട്ടീസും അവരുടെ അനുഗ്രഹവും അവരുടെ വേർഡിങ്സും നമ്മളെ കൂടെ പോകുന്നതാണ്. പ്രൊട്ടക്ഷൻ ആയിട്ട് കാണും. കാരണം ശീല പ്രഭുപാദരുടെ ഇതിൽ ലാസ്റ്റിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഐ ആം ലീവിങ് മൈ ബുക്സ്, ദോസ് ഹു ആർ ടേക്കിംഗ് ഐ വിൽ ലീവ് ദം. ഞാൻ എന്റെ പുസ്തകത്തിനകത്ത് ഉണ്ടാകും. ആ പുസ്തകം ആരാണോ ശരിയായിട്ട് അവരുടെ ജീവിതത്തിൽ പാലിക്കുന്നത് അവരുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും. അത് തന്നെയാണ് ഇന്ന് ഓരോ ഇസ്കോൺ ഡിവോട്ടീസും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരമമായ സത്യം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം പല വിധത്തിലും ഓരോ ഡിവോട്ടീസിനും ലഭിക്കുന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ശീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങളെ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ നമ്മൾ അതിനെ ഗ്രഹിക്കാനും അതിനെ സ്മരിക്കാനും അതിനോട് സറണ്ടർ ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം സുനിശ്ചിതമായിട്ട് മുക്താവസ്ഥയിൽ പോകുമെന്ന് പറയും. അങ്ങനെ അപ്രകാരം ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് അനുവാദം ലഭിക്കുന്നു. അനന്തരം ആ ജീവാത്മാക്കൾക്ക് കാലികമായ ഭൗതികത്തിൽ വീണ്ടും ജന്മം എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി നമുക്കൊരു ലൈഫ് ടൈമിൽ വീണ്ടും എടുക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയും വലിയ അഷ്വറൻസ് ആണ് ചില ഭഗവാൻ നമുക്ക് തരുന്നത്. ഭഗവാനെ മനസ്സിലാക്കിയാൽ മാത്രം മതി അതിലൂടെ നമ്മളുടെ ഈ എന്താ പറയാ ജനന മരണ ആവർത്തന ചക്രത്തെ വിച്ഛേദിച്ച് തരാം എന്ന് പറയും. അതിന് നമുക്ക് വേണ്ടത്, ഏറ്റവും അത്യാവശ്യമായിട്ട് കലിയുഗത്തിൽ നമുക്ക് വേണ്ടത് നാമജപം തന്നെയാണ്. നാമജപവും ഗ്രന്ഥപാരായണമായ ശ്രീമദ് ഭാഗവത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ്. 5 കാര്യങ്ങൾ, 2 കാര്യങ്ങൾ, ഒന്ന് നാമവും ഈ പറഞ്ഞ ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിക്കുക, പിന്നെ ദാംവാസ, ഭക്തസംഘ, തുളസി സേവ എന്നാണ് ഈ 5 കാര്യങ്ങൾ. അതിൽ 2 എണ്ണം ഈ പറഞ്ഞ നമ്മളെ കയ്യിൽ, ഈ 3 നമുക്ക് എല്ലാമേ നമുക്ക് പോസിബിൾ ആണ് നമ്മളെ താല്പര്യമുണ്ടെങ്കിൽ. അപ്പൊ അതിൽ ഏറ്റവും ശ്രദ്ധയോടെ നാമത്തെ നമ്മൾ കുറച്ച് കൂടുതൽ സീരിയസ് ആയിട്ട് ആശ്രയിക്കണം. നമ്മൾ പലപ്പോഴും നാമത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ പലപ്പോഴും അതിനെ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. നമ്മൾ ഓരോരുത്തരും. പക്ഷെ അതിനൊന്ന് നമ്മൾ പുനഃപരിശോധന ചെയ്ത് അതിനെ എത്രയും ശ്രദ്ധയോടെ, എത്രയും ഭക്തിയോടെ, എത്രയും എന്താ പറയാ ഫീലിങ്ങോടെ, പ്രേമത്തോടെ, ഇല്ലെങ്കിൽ ഏറ്റവും സമർപ്പണത്തോടു കൂടി തന്നെ അതിനെ ആശ്രയിക്കേണ്ടിയിരിക്കണം. തുടക്കക്കാർക്ക് നമുക്ക് എങ്ങനെയും ജപിക്കാം, എങ്ങനെയും നാമത്തെ അപ്രോച്ച് ചെയ്യട്ടെ എന്ന് പറയാം. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ അതിന് വേണ്ട റെസ്പെക്ട് കൊടുക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ആ നാമം നമുക്ക് വേണ്ട വിധത്തിലുള്ള എന്താ പറയാ റിവീൽമെന്റ്, ഹോളി നെയിം ഒരു പേഴ്സൺ ആണ് എന്ന് പറയുന്നത്. ഭഗവാൻ, ആ നാമരൂപേണയുള്ള ഭഗവാനെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. അതിനെപ്പോഴും ഈ ഇടയ്ക്ക് രാധേശ്യാം പ്രഭുവിന്റെ ലെക്ചറിൽ പറയുന്നുണ്ട്, അതായത് ഓരോന്നിനും ഓരോ സമയം വെച്ചിരിക്കാം. നമുക്ക് കളിക്കാനൊരു സമയം, ജോലിക്ക് ഒരു സമയം, ഇതുപോലെ ഈ ചാന്റിങ്ങിനും അതുപോലെ ഒരു സമയം വെക്കണം. ആ സമയം നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കും. ആ സമയം നമ്മൾ വേറെ ഒന്നിനും പ്രയോജനപ്പെടുത്തരുത്. അതിനകത്ത് വേറെ ഒരു ഇന്ററാക്ഷനും ഉണ്ടാവും. അത് നാമജപത്തിന് മാത്രമായിട്ടാണ്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ വരുന്നു, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പേഴ്സണെ കാണാൻ നമ്മൾ പോകുന്നു. ലൈക്ക് PM നരേന്ദ്രമോദിജിയെ നമ്മൾ കാണാൻ പോകുന്നത് നമുക്കൊരു എക്സാമ്പിൾ ആണ്. അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ ശ്രദ്ധ മുഴുക്ക അദ്ദേഹത്തിനെ എങ്ങനെ പ്ലീസ് ചെയ്യാം, അദ്ദേഹത്തിനെ എങ്ങനെ നമുക്ക് വേണ്ട വിധം കാണാം എന്നുള്ളത് തന്നെയായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഒന്നിലും പോകില്ല. അതുപോലെ ഈ സർവ്വ പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടാവായ ഭഗവാൻ പരമദേവത കൃഷ്ണുമായിട്ടുള്ള നമ്മളുടെ കണക്ഷൻ ടൈമാണ് ഈ പറഞ്ഞ ചാന്റിങ് ടൈം. ആ ചാന്റിങ് ടൈമിനകത്ത് നമ്മൾ വേറൊരു ഇന്ററാക്ഷനും ഉണ്ടാക്കരുത്. അത് തടസ്സപ്പെടുത്തുന്നത് അത് നമ്മൾ അദ്ദേഹത്തിനെ അപമാനിക്കുന്നതിന് സമമാണ്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ നിന്ദിക്കുന്നതിന് സമമായിട്ടെന്നാണ് പറയുന്നത്. വൈഷ്ണവ ഒഫൻസിൽ അത് പറയുന്നുണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻഅറ്റൻറ്റീവ് ചാന്റിങ് വയൽ ഇൻഅറ്റൻറ്റീവ്നെസ് വയൽ ഇൻ ചാന്റിങ് എന്ന് പറയും. അപ്പൊ നമ്മൾ കുറച്ചുകൂടി നാമത്തില് ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. ചെയ്യുന്നുണ്ടാവും എല്ലാവരും. അതിനെ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തണം എന്നുള്ളത് റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതായത് ഭഗവാന്റെ വിസ്തരണത്തെ കുറിച്ച് ഈ പറഞ്ഞ നമ്മളെ ദേവിക മാതാജിയുടെ വക ഒരു ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ഉണ്ട്. ആ ക്ലാസ്സിലൂടെ നമുക്ക് ഇതിനെ കൂടുതൽ മനസ്സിലാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട്
ग्रंथराज श्रीमद् भागवतम की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. ചോദ്യങ്ങളെക്കാട്ടിലും കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്താൽ നന്നായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു സമാജീസ്. വേറെ സംശയങ്ങളോ ചോദ്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ വി ക്യാൻ ഹാവ് ദർശൻ, ഭഗവാന്റെ ദർശനം എടുക്കാം. ഹരേ കൃഷ്ണ പ്രഭുസ് ആൻഡ് മാതാജീസ്. ആരുടെയും ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കാമോ പ്രഭു? ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി, നല്ല ക്ലാസ്, വളരെ നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി ദർശനത്തിലേക്ക് പോകും. വേറെ ആർക്കും ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. श्री श्री जगन्नाथ बलदेव सुभद्रा महारानी की. കാണാമല്ലേ പ്രഭു മാതാജീസ്? കാണാം പ്രഭു, കാണാം. ഇന്നത്തെ ശൃംഗാര ദർശനാണ് നമ്മളുടെ പ്രഭു. ഗൗർനിതായ് കി ജയ്. ഇന്ന് എല്ലാവരും ശ്യാമ വസ്ത്രം എന്ന പീതാംബര വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. ഗൗർനിതായ് പഞ്ചതത്വ കി ജയ്, പ്രഭുപാദ് കി ജയ്, നരസിംഹദേവ് ഭഗവാൻ കി ജയ്, തുളസി മഹാറാണി കി ജയ്. സദാദി ഉണ്ട്. വന്ദേ ഗുരു പരമ്പരം സദ്ഗോസ്വാമി ഉണ്ട്. പ്രഭുപാദരെയും കൂടെ ദർശനം. പ്രഭുപാദ് കി ജയ്. മൊത്തം ഓവർ